സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി ഭക്ഷ്യവിതരണ തൊഴിലാളികൾ പണിമുടക്കിൽ. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലാണ് 3 ദിവസത്തെ പ്രതിഷേധം. കൊച്ചിയിലെ ഡ്രൈവർമാരുമായി ഊബർ നിയോഗിച്ച പ്രതിനിധി ചർച്ച നടത്തി. ഒരാഴ്ചയ്ക്കുള്ളിൽ കമ്പനി തീരുമാനം അറിയിക്കുമെന്ന് പറഞ്ഞു. തീരുമാനം അറിയുന്നതുവരെ കൊച്ചിയിൽ സമരമുണ്ടാകില്ല. ആഷിൻ ഡിയേഗോ നൽകും വിശദാംശങ്ങൾ. ആഷിൻ, ഈ പണിമുടക്ക് എങ്ങനെ പുരോഗമിക്കുന്നു? കൊച്ചിയിൽ സമരമില്ല, പക്ഷേ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയുടെ തീരുമാനം ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയിക്കാം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതുവരെ കൊച്ചിയിൽ എന്തായാലും സമരമില്ല. മറ്റിടങ്ങളിലെ സാഹചര്യം എന്താണ്? ശ്രുതി, ഓൺലൈൻ മേഖലയിലെ തൊഴിൽ ചൂഷണം ഉന്നയിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ ഓൺലൈൻ ടാക്സി ഗിഗ് തൊഴിലാളികൾ 3 ദിവസത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓൺലൈൻ ടാക്സി സംയുക്ത സംഘടനയുടേതാണ് ഈ ഒരു ആഹ്വാനം നടത്തിയിട്ടുള്ളതും ചെയ്തിട്ടുള്ളത്. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. വിൻസെന്റ് MLA ആണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തതും. പ്രധാനമായും 10 ആവശ്യങ്ങളാണ് ഈ ഗിഗ് തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ അടിസ്ഥാന വേതനമാണ്. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള അടിസ്ഥാന വേതനം അത് എത്രയും പെട്ടെന്ന് പ്രാബല്യത്തിൽ നടപ്പിലാക്കണം. മാത്രമല്ല, ഈ സംവിധാനങ്ങൾ ഗവൺമെന്റിന് സർക്കാരിന് കീഴിൽ കൊണ്ടുവരണം. അതിന്റെ നടത്തിപ്പ് അടക്കമുള്ള ചുമതലകൾ സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ആവശ്യം. മൂന്നാമത്തേത് ഇന്റർസിറ്റി ഓട്ടം പോകുമ്പോൾ റിട്ടേൺ നൽകണം എന്നുള്ളതാണ് മൂന്നാമത്തെ ആവശ്യം. മാത്രമല്ല, അനാവശ്യമായി പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണം തുടങ്ങി 10ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ തൊഴിലാളികൾ ഇപ്പോൾ സമരം നടത്തുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ 3 ദിവസത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഊബർ കമ്പനി പ്രതിനിധി കൊച്ചിയിൽ വെച്ച് തൊഴിലാളികളുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ ഇവരുടെ 10 ആവശ്യങ്ങളും പ്രതിനിധി അറിയിച്ചിട്ടുണ്ട്. അത് കമ്പനി അറിയിക്കാം എന്നുള്ളൊരു ഉറപ്പാണ് നിലവിലിപ്പോൾ ഈ പ്രതിനിധി തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഈ പിരിച്ചുവിട്ടവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം അടിയന്തരമായി ഉണ്ടാക്കാം. ഇവ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഇവരുടെ ഈ സബ്സ്ക്രിപ്ഷൻ ഫീസ്. അത് പ്രതിദിനം 500 രൂപയ്ക്ക് ഓടുകയാണെങ്കിൽ 165 ഏതാണ്ട് 170 രൂപയോളം സബ്സ്ക്രിപ്ഷൻ ഫീസായി ഈ ഡ്രൈവർമാർ ഊബർ കമ്പനിക്ക് നൽകേണ്ടതുണ്ട്. ഇത് കുറയ്ക്കണം. ഈ ആവശ്യവും നിലവിലിപ്പോൾ ഈ പ്രതിനിധിയോട് സംസാരിച്ചിട്ടുണ്ട്. അതും ഈ വിഷയങ്ങളെല്ലാം തീരുമാനമെടുക്കുന്നതിന് ഒരാഴ്ച സമയം നൽകണം എന്നുള്ളതാണ് പ്രതിനിധി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാഴ്ച സമയത്തേക്ക് നിലവിലിപ്പോൾ ഈ തൊഴിലാളികൾ നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൊച്ചിയിൽ ഇപ്പോൾ എന്തായാലും സമരം ഉണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മറ്റ് ജില്ലകളിൽ സമരം അതുപോലെ തന്നെ തുടരുകയാണ്. വൈകുന്നേരത്തോടു കൂടി തന്നെ ഇവർ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം സമരമിനെ ഏത് രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, അതോ ഒരാഴ്ച കാത്തിരിക്കണമോ എന്നുള്ള കാര്യത്തിൽ വിശദമായ അല്ലെങ്കിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശ്രുതി, ശരി, ആഷിൻ ഡിയേഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.